ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആനിമെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ പറയുന്ന ഏത് ആനിമെ വേണമെങ്കിലും ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വാണം വർക്കാണ് വൺ പീസിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വൺ പീസ് തുടങ്ങുന്നത് തന്നെ ലാൻഡ് ഓഫ് വാണോ എന്ന് പറയുന്നൊരു ടൈറ്റിൽ കാണിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഒരു ഒക്ടോപ്പസിനെ കാണിക്കുന്നുണ്ട്. ആ ഒക്ടോപ്പസ് ഒരു കടൽ ഈ ചുള്ളിക്കാറ്റിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൂഫിനെ കാണിക്കുന്നുണ്ട്. ലൂഫി അവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല. നന്നായി തന്നെ ശ്വാസം മുട്ടി ബോധമൊക്കെ പോകുന്നുണ്ട്. നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലൂഫിക്ക് നീന്താൻ പറ്റില്ല, ബിക്കോസ് അറിയാമല്ലോ, കാരണം ലൂഫി ഗം ഡെവിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ലാൻഡ് ഓഫ് വാണോ, അതായത് വാണോർക്കെല്ലാം നടക്കാൻ പോകുന്ന സ്ഥലം. ഓക്കെ, എന്നിട്ട് വാണോയിൽ ഒരു സ്ട്രീറ്റ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സോറോ ഇങ്ങനെ നടക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വാണോ ആർക്കിൽ എല്ലാവരും വേഷം മാറിയാണ് ഈ വാണോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോറോ വേഷം മാറിയാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ബിൽഡിംഗ് പണിയുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഫ്രാങ്കി വേഷം മാറി വന്നിരിക്കുന്നത്. ഫ്രാങ്കി വേഷം മാറി ഒരു കാർപ്പൻ്ററായിട്ടാണ് വേഷം മാറി വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഊസോപ്പിനെ കാണിക്കുന്നുണ്ട്. ഊസോപ്പ് ഒരു സ്ട്രീറ്റിൻ്റെ സൈഡിൽ ഇതിങ്ങനെ തട്ടിക്കൂടി കടയൊക്കെ പണിഞ്ഞ് സോഡ് വിൽക്കുന്നുണ്ട്, മരുന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഡിൻ്റെ മൂർച്ച കാണിക്കാൻ വേണ്ടി ഊസോപ്പ് ജസ്റ്റ് അവൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോൾ പോലത്തെ ഒരു സാധനം എടുക്കുന്നു. അതിൻ്റെ ഉള്ളിലാണ് മരുന്നിരിക്കുന്നത്. മരുന്നെന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് പോലത്തെ ഒരു ക്രീമാണ്. എന്നിട്ട് ആ ക്രീം അവൻ്റെ കൈ ചെറുതായിട്ട് ആ മുറിവ് പറ്റിയെടുത്തോട്ടൊന്ന് തേക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അത് ജസ്റ്റ് തുടച്ച് കളയുമ്പോഴത്തേക്കും ആ മുറിവ് അങ്ങ് പോകും. എന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ പറയും, ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ നമ്മുടെ ഊസോപ്പ് ഇങ്ങനെ വേഷം മാറി കച്ചവടം ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. അതിനുശേഷം ഒരു ഡാൻസ് ക്ലാസ് കാണിക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ഡാൻസ് കളിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നിക്കോ റോബിനാണ്. ഓക്കെ, നിക്കോ റോബിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നിങ്ങൾ നേരത്തെ വൺ പീസ് നേരത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, അതിന് ശേഷം നമ്മുടെ സോറോയിനെ കാണിക്കുന്നുണ്ട്. സോറോ രാത്രിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് ഇങ്ങനെ തിന്നുകയാണ്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് നമ്മുടെ സോറോ രാത്രി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി ഇങ്ങനെ ചില്ലടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അവിടെ ഇങ്ങനെ ചില്ലടിച്ച് നടക്കുമ്പോഴാണ് ദൂരെയായിട്ടൊരു കൊലപാതകം കാണുന്നത്. ദൂരെ എന്ന് പറഞ്ഞാൽ അടുത്തല്ല, ദൂരെ, അതായത് ഫേസ് ഒന്നും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ സോറോയുടെ അടുത്തുകൂടെ കൊലപാതകം ഇങ്ങനെ ഓടിപ്പോകുന്നത്. ഓക്കെ, സോറോയുടെ അടുത്തുകൂടെ കൊലപാതകം ഓടുമ്പോൾ നമ്മുടെ സോറോ പറയും അവിടെ നിൽക്കാൻ. അപ്പോൾ നമ്മുടെ കൊലപാതകം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ഹാറ്റിൻ്റെ ഒരു ഊട്ട ഉണ്ടായിരുന്നു. ആ ഊട്ടയിൽ കൂടെ നമ്മുടെ സോറോയിനെ കാണും. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഭയങ്കര സൗണ്ട് വരും കേസ്. അപ്പം നമ്മുടെ സോറോ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പോഴത്തേക്കും ആ കള്ളൻ ഓടിപ്പോവും. അപ്പോഴത്തേക്കും ആൾക്കാർ മൊത്തം ലൈറ്റ് കത്തിച്ച് അറസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ സോറോനെ വന്നങ്ങ് പൊതിയും കേസ്. നമ്മുടെ സോറോ പറയും അങ്ങേര് പുറകിലോട്ടൊക്കെ ഓടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് അവരെയല്ല വേണ്ടേ നിന്നെയാന്ന്, ഇങ്ങനെ അവനെയല്ല വേണ്ട നിന്നെയാന്ന് ഇങ്ങനെ ആൾക്കാർ പറയും. അപ്പോൾ സോറോയ്ക്ക് ദേഷ്യം വന്നിട്ട് പോട്ട് താഴെയിട്ട് അതിൻ്റെ സോഡ് എടുക്കാൻ പോകുമ്പോഴാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. അവർ പറയുന്നത്, അതായത് നിങ്ങളെ ക്യാരക്ടർ നിങ്ങളൊരിക്കലും ശരിക്കത്തെ ക്യാരക്ടർ നിങ്ങളൊരിക്കലും പുറത്ത് കാണിക്കല്ലെന്നിങ്ങനെ പറയുന്നത് നമ്മുടെ സോറോ പെട്ടെന്ന് ഓർത്തിട്ട് ചെയ്യും, അങ്ങ് കാമാവും. ഓക്കെ, കാമാവും. എന്നിട്ട് കീഴടങ്ങും അവരുടെ മുന്നിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരെന്തോ ചെയ്യും, ഈ സോറോനെ വന്ന് കെട്ടിയിടുമല്ല കെട്ടും. എന്നിട്ട് ചെയ്യും അപ്പോൾ അവിടെ സീൻ കട്ടെ നമ്മുടെ ഓടനെ കാണിക്കുന്നുണ്ട്. ഓടൻ സോഡൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോഡ് ഒരു മരം പോലത്തെ സംഭവത്തിൽ ഇങ്ങനെ വെട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സോറോയിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓടനൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രാവിലെ ആകുമ്പം ഒരു ന്യൂസ് ഇങ്ങനെ വയ്ക്കുന്ന ആളെ കാണിക്കും. അവിടെ കൂടെ നമ്മുടെ ഈ ഊസോപ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവന് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് കാണിക്കുന്നത് സോറോ ജൂറോ ദി സ്ലാഷർ, അതായത് സോറോയിനെ പറ്റി. അപ്പോൾ ഇവൻ ഊസോപ്പ് ചെരിയും, ഇവൻ വീണ്ടും ഓരോ പണി ഒപ്പിച്ചെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ സോറോയിനെ കാണിക്കുന്നു.
സോറോ എന്താ ഓടൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ ഓടനൊരു സോഡൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ നമ്മുടെ സോറോനെ താഴെ ഇങ്ങനെ മുട്ടിലിരുത്തിയേക്കുവാണ്. സോറോ പക്ഷെ ഭയങ്കര കാമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോറോ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ എന്താ ഓടൻ്റെ ഒരു സഹായി നമ്മുടെ സോറോയുടെ മുന്നിൽ എന്താ ഒരു സോഡ് കൊണ്ട് ഇങ്ങനെ ചെറിയൊരു കത്തി, ചെറിയ കത്തിനെ പറയാൻ പറ്റും, സോഡെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഓടൻ പറയും, നീ ഇത് വെച്ച് നിന്നെ തന്നെ കുത്തിക്കൊല്ലണം, അല്ലെങ്കിൽ വയറ്റി കുത്തിക്കൊല്ലണം. അപ്പോഴും നമ്മുടെ സോറോണ്ണൻ എന്താ ഭയങ്കര കാമായിട്ട് തന്നെ സ്റ്റിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഓടന് എന്താ ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുന്നുണ്ട്. എന്താ അവൻ്റെ സോഡൊന്ന് വെളിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഓടൻ്റെ സഹായി എന്താ സോറോയെ നോക്കി നന്നായി ദേഷ്യപ്പെടും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മുടെ സോറോ എന്ത് ചെയ്യും, അവന് ആ സോഡങ്ങ് കയ്യിലെടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഓടൻ്റെ സഹായി എന്ത് ചെയ്യും, അവൻ്റെ ഇരിക്കുന്ന സോഡ് എടുത്തിട്ട് പറയും, നിന്നെ കൊല്ലാൻ ഞാനിവിടെ സഹായിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ ആ ഓടൻ്റെ സഹായിയുടെ ആ സോഡ് അങ്ങ് എടുക്കുന്നു. അപ്പോഴും നമ്മുടെ സോറോ ഇത്ര നടന്നിട്ടും സോറോ കാമായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സോറോ എന്ത് ചെയ്യും, അവൻ്റെ ആ ഡ്രസ്സൊന്ന് ഊരും. അതെന്താ ഡ്രസ്സൊന്ന് ഊരിയിട്ട് അങ്ങനെ കത്തി ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പൊക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഓടൻ്റെ സഹായി എന്ത് ചെയ്യും, കത്തി മണ്ടയ്ക്കോട്ട് പൊക്കും. അങ്ങനെ എന്താ നിൽക്കുമ്പോഴാണ് നമ്മുടെ സോറോ എന്ത് ചെയ്യും, അവൻ്റെ വയറ്റിലേക്ക് ഇങ്ങനെ കുത്താൻ വരുന്നത്. അവൻ്റെ വയറ്റി ഇങ്ങനെ തൊട്ടില്ല എന്നൊരു ഡിസ്റ്റൻസ് വരുമ്പം സോറോ എന്ത് ചെയ്യും, അതങ്ങ് നിർത്തും. കുത്തുന്നില്ല, അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഓടനെ നോക്കി പറയും, എന്താ നീയാണ് യഥാർത്ഥ കൊലപാതകി എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഓടനെന്താ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സോറോ എന്ത് ചെയ്യും, ഓടനെ അങ്ങ് വരഞ്ഞു വിടും. ഓടൻ അവിടെ തീരും. പിന്നെ അവിടെ നിന്ന് നല്ല ഫൈറ്റിംഗ് സീൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരാളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ആളെ കാണിക്കുന്നിടം വരെ നിങ്ങൾ ഫൈറ്റ് കണ്ടോ, ഞാൻ അത്ര നേരം ഉണ്ടായിരിക്കാം. യു കണ്ടിന്യൂ. അങ്ങനെ നമ്മളെ സോറോ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ ലൂഫീനെ കാണിക്കുക. ലൂഫിയുടെ ബോധമൊക്കെ പോയി, എന്തോ ഒരു കരയ്ക്കടിഞ്ഞിരിക്കുകയാണ്, ബോധം പോയി. അപ്പോൾ ഒരു ക്രാബ് അടുത്തൂടെ പോയായിരുന്നു നമ്മുടെ ലൂഫിയുടെ. അന്നേരം ക്രാബ് എന്ത് ചെയ്യും, ആസ് യൂഷ്വൽ അവൻ്റെ മൂക്കെ കയറി അങ്ങ് പിടിച്ച്. നമ്മുടെ സോറോ എന്താ വേദനിച്ചും ദേഷ്യം വന്നും ഞാൻ എന്തോ സാധനമെന്ന് അറിയാണ്ട് എടുത്തു നോക്കുമ്പോഴാണ് ക്രാബ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ക്രാബോ, ഞാൻ ഇതെവിടാ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഫുള്ളൊരു ബീച്ച് ഒരു ഇതുള്ളത്, ബീച്ച് വൈബ്. അങ്ങനെ ചുറ്റിനും നോക്കുമ്പം ലൈക്ക് കുറേ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഷിപ്പ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ലെറ്റ് മീ തിങ്ക് എന്നും പറഞ്ഞ് നമ്മുടെ ലൂഫി എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ എന്താ ഓടനെ കാണിക്കും. ഓടൻ എന്താ ചത്ത് കിടക്കും. പിന്നെ അവിടെ പിന്നെ ഓടൻ്റെ സഹായിയെ നമ്മുടെ സോറോ അങ്ങ് കൊല്ലും. കാരണം അടുത്തല്ലേ, പെട്ടെന്ന് അങ്ങ് കൊന്നു. പിന്നെ അവിടെ വലിയൊരു ഫൈറ്റ് കിടപ്പുണ്ട്. അതിങ്ങനെ കാണുവാണ് നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല, ഫീല്. അത് നിങ്ങൾ റിയലായിട്ട് കണ്ടറിയണം ഗൈസ്. ഓക്കെ, ഞാൻ വാണോ ആർക്കിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ എന്താ നിങ്ങൾക്ക് വൺ പീസ് കാണാൻ പറ്റുന്നൊരു ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാണോ ആർക്കിൻ്റെ അവസാനത്തെ എപ്പിസോഡ്. ഓക്കെ, അതുകൊണ്ട് ആ എപ്പിസോഡ് മിസ്സാവാണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് വരാം. അങ്ങനെ അവിടെ വലിയ പൂരം ഫൈറ്റൊക്കെ നടന്ന് സോറോ എല്ലാവരെയും ഒറ്റയ്ക്ക് കൊന്ന് ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരെയും ഒന്നും കൊല്ലുന്നില്ല, ചില ആൾക്കാരെന്താ പേടിച്ച് നിൽപ്പുണ്ട്. സോറോയുടെ ഫൈറ്റിംഗ് ഒക്കെ കണ്ട് നന്നായി പേടിച്ച് ഒക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സോറോ ഏകദേശം എല്ലാവരും തീർക്കുമ്പോഴാണ് നമ്മുടെ
ലൂഫിനെ കാണിക്കുന്നത്. ലൂഫി എന്താ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അപ്പുറത്തെ കാട്ടിൽ നിന്ന് ഭയങ്കര സൗണ്ടും പൊടിയൊക്കെ വരുന്നത്. ലൂഫി അങ്ങോട്ട് നോക്കി വണ്ടടിച്ചിരിക്കുവാണ്. അന്നേരം നമ്മളെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഒരു ചിമ്പാൻസിനെ പോലത്തെ ഒരു രൂപം ഒരു സ്വോർഡും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. പക്ഷേ ലൂഫി അത് കാണുന്നില്ല. സോ ലൂഫി വണ്ടടിച്ച് ആളങ്ങനെ നിൽക്കുകയാണ്, എന്താണെന്ന് അറിയാണ്ട്. അങ്ങനെ അപ്പോൾ നിൽക്കുമ്പോഴാണ് ആ കാട്ടിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ചാടി വരുന്നത്. ഓക്കെ, അവിടെ വെച്ചാണ് നമ്മുടെ വാണോ ആർക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. സോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടനോടൊന്ന് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ബായ്.